ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. പ്രണയിക്കാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല അല്ലേ? പ്രണയത്തെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. സോ പ്രണയിക്കുന്നവർക്കായി ഒരു ദിനം Feb 14th ഹാപ്പി വാലൻറ്റൈൻസ് ഡേ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് സൂര്യ കോമഡി ആഘോഷിക്കാൻ പോകുന്നത് പ്രണയം മാത്രമല്ല, അറിവിൻ്റെയും ഭാഗ്യത്തിൻ്റെയും കൂടിയ ഒരു വേദി കൂടി ഇന്ന് പുതിയൊരു ഷോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുകയാണ്. യെസ്, ഫൈനലി വി ആർ എയറിംഗ് ദ ഗ്രാൻഡ് ഓപ്പണിംഗ് എപ്പിസോഡ് ഓഫ് സ്ക്രാച്ച് ആൻഡ് വിൻ. അപ്പോൾ തുടക്കമാണ്, ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ്. അപ്പോൾ സംഭവം കളറാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഏറ്റവും ഭംഗിയായിട്ടുള്ള രണ്ടുപേരും കൂടെ ഇന്ന് എത്തുകയാണ്. ഒരുപക്ഷെ മലയാളികളുടെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങൾ. സ്ക്രീനിൽ, മിനി സ്ക്രീനിലാണെങ്കിലും ബിഗ് സ്ക്രീനിലും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നെഞ്ചിലേറ്റിയ രണ്ട് പേർ. പുതുമഴ വീണ പോലൊരാൾ അരികിലിരുന്ന രാത്രിയിൽ ഹൃദയമൊരേ നിലാനദി, ചിറകുകൾ മെല്ലെ നീർത്തിതാ, ചിരിമണിമാല കോർത്തിതാ, നിറയുകയായി മനം സ്വയം. നമസ്കാരം. രണ്ട് പേരും റെഡൊക്കെ ഇട്ട് പഴയ ഓർമ്മയ്ക്ക് വിടുന്നുണ്ടോ? ഞാൻ ഷോയാണ്. ഞാൻ വിചാരിച്ചത് ഹണിമൂൺ ഇതുവരെ കഴിച്ചില്ലേ? ഒരു വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ്. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ മിനി സ്ക്രീനിലും അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും ഒക്കെ നിങ്ങൾ മാത്രമേ കാണാനുള്ളൂ. സോ ഇപ്പോഴും അങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹണിമൂൺ കല്യാണത്തിന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ. ഈ കൂട്ടത്തിലുള്ള എല്ലാവരും കല്യാണത്തിന് വന്നു. ഞങ്ങളുടെ കല്യാണം ആദ്യമായിട്ട് അറിയിച്ച വ്യക്തികളിൽ ഒരാളാണ് മിസ്റ്റർ റോഹൻ ലോണ. എവിടെയായിരുന്നു? ഞാൻ അപ്പൊ തന്നെ ക്ഷമ നടത്തിയിരുന്നു. ഞാൻ നാട്ടിലില്ലായിരുന്നു, വിദേശത്തായിരുന്നു. പറഞ്ഞതാണ് കല്യാണം എന്ന ഡേറ്റ് ആണ്. എല്ലാവരും വന്നു, വിളിക്കാതെ പക്ഷെ ഏറ്റവും കൂടുതൽ കല്യാണം കൂടുന്ന ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്കാണത് കൂടാൻ പറ്റാത്തതിന്റെ സങ്കടമുണ്ട്. സോ അത് വരും ആഘോഷങ്ങൾ അത് തീർക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഗ്രാൻഡ് ഓപ്പണിംഗിനെ നിങ്ങളെ തന്നെ വിളിക്കണം എന്നുള്ളത് ഫസ്റ്റ് റിക്വസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതവിടെ ക്ഷമിച്ചിരിക്കുന്നു. സോ റെഡ് ഒക്കെ ഇട്ടിട്ട് വാലന്റൈൻസ് ഡേ ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും Feb 14 ആണ് അല്ലെ? ഒരു സംശയമില്ല. ശരിക്കും റോഹനും ഗേൾഫ്രണ്ടിനെ കൊണ്ടുവരായിരുന്നു അല്ലേ? പക്ഷെ ഇല്ല, ഈ സമയത്ത് ഞങ്ങൾ സിംഗിൾസിനെ വിഷമിപ്പിക്കരുത് അല്ലേ? ഞാനും ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഞങ്ങൾ ഒരുമിച്ചാണ് അതിലത്രത്തോളം കഴിഞ്ഞ വർഷം നമ്മൾ ഒരുമിച്ചായിരുന്നില്ലേ? അങ്ങനെ പറയാം. കുത്തി ചോദിക്കും ഒരുവിധം പറയുമ്പോഴേങ്കിലും. യെസ്, അപ്പൊ ചോദ്യം അതിൽ തന്നെ തുടങ്ങണം. കുറെ പേർക്ക് സംശയമുള്ള ഒരു കാര്യമായിരുന്നു അല്ലെ? കാരണം രണ്ട് പേര് ഒരുമിച്ച് ഷോരൊക്കെ ഭാഗമാണെങ്കിൽ പോലും ഒരുമിച്ച് രണ്ട് പ്രണയ വിവാഹം ആയിരുന്നു എന്നുള്ളത്. ഉത്തരം പഠിച്ചു വെച്ച ഉത്തരം കള്ളമായിട്ട് ഇല്ല എന്നാണെങ്കിലും സത്യത്തിൽ ശരിക്കും ആയിരുന്നോ? അല്ല, നിന്റെ എക്സ്പ്രഷൻ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലല്ലോ. നീ തന്നെ ചോദിക്കാൻ. ഞങ്ങള് ഒരു ഷോയുടെ ഭാഗമായിട്ട് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ ജസ്റ്റ് കണ്ടു, പരിചയപ്പെട്ടു. പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആതിര എന്നുള്ള ഫ്രണ്ട് ഉണ്ട്. ആതിര ത്രൂ വന്ന ഒരു അലയൻസും കാര്യങ്ങളും. ആക്ച്വലി ആ ഷോയിൽ വരുന്നതിന് മുൻപ് തന്നെ കല്യാണ ആലോചന വന്നായിരുന്നു. ആതിര ഞങ്ങളുടെ ഫ്രണ്ട്. ആക്ച്വലി ഷോയിൽ വരുന്നതിന് മുൻപ്, കാണുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹത്തെ പറ്റി ഈ ആതിര പറയുന്നുണ്ടായിരുന്നു. കല്യാണ ആലോചന അവളുടെ ഭാഗത്തു നിന്നും അവളുടേതായ രീതിയിലൊരു മാച്ച് മേക്കിംഗ് ഉണ്ടായിരുന്നു. അതിനോടും പറഞ്ഞിരുന്നു, അഭിനോടും പറഞ്ഞു. ആദ്യം പറഞ്ഞ വിശേഷം എന്തായിരുന്നു അഭിനെ കുറിച്ചിട്ട്? നല്ല പയ്യനാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. നന്നായിട്ട് എന്താ രീതിയിൽ അവള് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു പറഞ്ഞില്ല. പയ്യനാണ്, യു തങ്ക കമ്പിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര സ്നേഹമാണ്, അങ്ങനെയൊക്കെ. ഒരു വർഷം കഴിയുമ്പോ പറഞ്ഞതിന് വലിയ വ്യത്യാസം ഷോ കഴിഞ്ഞിട്ട് വരണം. അതിന് മിക്കവാറും മാട്രിമോണി സൈറ്റിൽ നിങ്ങളെ അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. കുറെ വിശേഷങ്ങൾ അറിയാനുണ്ട്. സോ നിന്നോളൂ. റെഡി? സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് രണ്ടുപേരും ഭാഗ്യമുണ്ട് എന്നുള്ളത് രണ്ടുപേരുടെ ഇതുവരെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിശേഷങ്ങൾ അല്ലെ? തുടരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് ഭാഗ്യങ്ങൾ ജീവിതത്തിലുള്ള ആളുകളാണ്. പക്ഷെ ആ ഭാഗ്യത്തിന്റെ ഒപ്പം അറിവും കൂടി ഉണ്ട് രണ്ടുപേർക്കും അല്ലെ? നിങ്ങൾക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ജി കെ ഒന്നുമില്ല. രണ്ടുപേരും സിനിമയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ 3 റൗണ്ടുകളായിട്ടാണ് പോവുക. ആ 3 റൗണ്ടുകളും സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്, പക്ഷെ 3 തലങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. റെഡി? സോ അതിനേക്കാളൊക്കെ മുമ്പ് ഐ മീൻ ഒരു പക്ഷേ 2 പേര് നമ്മൾ പറഞ്ഞു ഫാമിലി മെമ്പേഴ്സ് ആണെന്നുള്ളത്, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഐ മീൻ കുറേ വർഷമായിട്ട് എനിക്ക് തോന്നുന്നു സൂര്യ കോമഡിയുടെ തന്നെ ഒരു ഫേസ് ആണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും മമ്മിയുടെ കാര്യത്തിൽ. ഇവിടെ ഹോസ്റ്റലിന്റെ അവിടെ നിന്ന് മാറി ഗസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഹൗ ഡു ഫീൽ നൗ? എന്താ കുറെ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ സൂര്യ കോമഡിയിൽ എൻ്റെ കരിയർ ഒരു കരിയർ സ്വിച്ച് വന്നതും എൻ്റെ ലൈഫ് ഇങ്ങനെ ആയതും ഇവിടെ നിൽക്കുന്നതിൻ്റെ എല്ലാം കാരണം സൂര്യ കോമഡി. അത് സൂര്യ കോമഡി കാണുന്നവർക്ക് അറിയാം. തുടക്കം ഹലോ കോമഡി എന്ന് പറയുന്ന ഒരു ഷോ വെച്ചായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോ. അത് ലൈവ് ഫോണിംഗ് ഷോ ആയിരുന്നു. അത് മാത്രമല്ലാണ്ട് രാത്രി 12 മണിക്ക് സൂര്യ കോമഡി എന്ന് പറയുന്ന ചാനൽ ലോഞ്ച് ചെയ്യുന്ന രാത്രി ഒരു ദിവസം രാത്രി 12 മണിക്ക് ഫസ്റ്റ് എൻ്റെ മുഖം വെച്ചുകൊണ്ടാണ് സൂര്യ കോമഡി തുടങ്ങിയത്. അപ്പൊ അതിനൊരു ഐശ്വര്യം സൂര്യ കോമഡിക്ക് ഉണ്ട്, അത് വേറെ കാര്യം. എനിക്ക് ഭയങ്കര ഒരുപാട് സന്തോഷം തരുന്നൊരു മൊമെന്റ് ആണ്. അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വൈഫിനെയും കൂട്ടിയിട്ട് ഇവിടെ വരാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. അതും ആ വൈഫ് ആങ്കറുമാണ് ആക്ടറാണ് അല്ലെ, അതും കൂടി ആകുമ്പോ അല്ലെ ഒരു ഡബിൾ ധമാക്ക. എനിക്ക് തോന്നുന്നു ആ ഫസ്റ്റ് പ്രോഗ്രാം തന്നെ കുറെ ഗേൾസ് ഫാൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ, ഫോണിംഗ് പ്രോഗ്രാം പരിപാടികളിലെ. അന്ന് ആ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല പ്രോഗ്രാം. എന്ത് കാര്യമാണ് അപമാനിക്കാനാണ് പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ഒരു വിദേശ യാത്ര പോയി, ഒമാൻ എയർപോർട്ടിലാണ് തോന്നുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി, അവിടുത്തെ സ്റ്റാഫാണ്, ആൾ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫ്, ഒരു പെൺകുട്ടി. അപ്പോൾ ആള് എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് സംസാരിച്ചിട്ട്, അമീൻ ചേട്ടന്റെ വൈഫല്ലേ, ഞാൻ ഭയങ്കര ഫാനാണ്, ഹലോ കോമഡി മുതൽ യെസ് യെസ്. അപ്പം എനിക്കത് ഒത്തിരി പേര് ഇപ്പോഴും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഹലോ കോമഡി മുതൽ അമീനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരും ആരാധകരും ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. എനിക്കൊരു പ്രൈവസി ഇല്ലാന്ന് ഒന്ന് ഇടയ്ക്കൊന്നമീനെ ശ്രദ്ധിച്ചേക്ക്, പണി വരുന്നുണ്ട് ഇതുപോലെ കുറെ വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അല്ലെ വന്നത് ഇന്നത്തെ ഭാഗ്യപരീക്ഷണത്തിന് കൂടിയാണ്. അപ്പൊ ഒരു 3 റൗണ്ടിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. അപ്പൊ തുടക്കം നിങ്ങളുടെ ആയത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും ഇതെന്തൊക്കെയാണ് റൗണ്ടുകൾ എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരിക്കും. കുറെ റൗണ്ട്സ് ഒക്കെ ഡീൽ ചെയ്തുള്ളവർ കൂടിയാണ് അല്ലേ. സോ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. തീർച്ചയായിട്ടും 3 റൗണ്ടുകളാണ് നമുക്ക് ഉണ്ടായിരിക്കുക. അതിൽ ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ നടനെയോ സംവിധായകനോ കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമായിരിക്കാം. അതിൽ 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഉത്തരം പറയണം. ഇത് സ്ഥിരം അറിവ് വന്നാൽ പിന്നെ നമ്മൾ പോകുന്നത് ഭാഗ്യത്തിലേക്കായിരിക്കും. ഞാൻ എവിടെയുള്ള 15 കാർഡ്സ് ഒരുമിച്ച് സോ ഇതിൽ സ്ക്രാച്ച് ചെയ്തിട്ട് നമുക്ക് അതിൽ എന്താണ് എമൗണ്ട്, പൈസ കൊണ്ടുപോകാനുള്ള ബാഗ് കൊണ്ടുവന്നിട്ടില്ലേ? അതെ, റെഡി. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ പോകുന്നത് അങ്ങനെയായിരിക്കും. ആൻഡ് സെക്കൻഡ് റൗണ്ടിൽ പോകുന്ന സമയത്ത് ഗസ്റ്റ് മൂവിയാണ്. സോ ഒരാൾ എൻ്റെ ഒപ്പം നമ്മുടെ ടീമായിരിക്കും. ആൻഡ് ഇവിടുന്ന് ആ മൂവി ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഏതാണ് മൂവി എന്നുള്ളത് ഗസ് ചെയ്യണം. റെഡി? സോ ആ റൗണ്ടിൽ തന്നെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യും, മാറും. ആൻഡ് ഫൈനലി നിങ്ങളുടെ ഉള്ളിലെ കലാകാരനും കലാകാരിയും തിരിച്ചറിയാനുള്ള സമയം കൂടിയാണ് നമുക്കിവിടെ. സോ അത് ഡ്രോ ചെയ്തിട്ട് ഡ്രോയിങ്ങിലും കൂടി ആയിരിക്കും മൂവി ഗസ് ചെയ്യാം. അത് കുറച്ചുകൂടി ഈസി ആണെന്ന് തോന്നുന്നു അല്ലേ? ആണ്. വേറൊരു ക്വാളിറ്റി ഉണ്ടോ, എന്തും കയറി അറ്റൻഡ് ചെയ്തോളൂ. ഞാനാണെങ്കിൽ കുറച്ച് മാറി നിൽക്കും. ഇത് എല്ലാം കയറി എല്ലാം വള്ളിയും പിടിച്ച് വന്ന് അവസാനം പറ്റാതെ എന്റെ തലയിലത്ത് പോകുമ്പോൾ ഞാനത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് പ്രശ്നം. അപ്പൊ എന്തായാലും നമുക്ക് പോയാലോ? സോ ഫസ്റ്റ് റൗണ്ടിന് റെഡിയാണോ? റെഡിയാണ്. ഇതിൽ നിന്ന് ഒരെണ്ണെടുത്തോളൂ. അതിനൊരു തിളക്കവും ഐശ്വര്യമൊക്കെ ഞാൻ കാണുന്നു. ഉറപ്പിച്ചു? റെഡി? അത് കയ്യിൽ വെച്ചു. ഓക്കെ. അത് സ്ക്രാച്ച് ചെയ്യാൻ കോയിൻ വേണ്ടേ? ആ ഭാഗ്യം അറിയാൻ സമയമുണ്ട്. പക്ഷെ ആ ഭാഗ്യത്തിന് മുമ്പായിട്ട് നമുക്ക് അറിവ് നോക്കണം അല്ലേ? റെഡി? ഉത്തരങ്ങൾ 5 എണ്ണമായിരിക്കും വരേണ്ടത്. സോ ഞാൻ ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന സെയിം ടൈം. സോ നമുക്കൊക്കെ പ്രിയപ്പെട്ട കുറെ അധികം സംവിധായകരുണ്ട്. അതിലെ കോംബോ ആയിട്ട് വന്നിട്ടുള്ള സംവിധായകർ കൂടി ഉണ്ട് അല്ലെ? ഇപ്പൊ കുറെ പേരുകൾ മനസ്സിൽ വന്നു പോയിട്ടുണ്ടായിരിക്കും. സിദ്ദിഖ് ലാൽ സംവിധാനത്തിൽ വന്നിട്ടുള്ള 5 സിനിമകൾ. ഗോഡ്ഫാദർ, ഇൻ ഹരിഹർ നഗർ. ഒന്നുകൂടെ
സിദ്ദീഖ് ലാൽ കഴിഞ്ഞിട്ടുണ്ട്. സിദ്ദീഖ് ലാൽ 4 സിനിമകളുണ്ട്. മൂന്നാമത്തെ പുള്ളി ഡയറക്ഷൻ അല്ല. ഹിറ്റ് സിനിമകളുടെ ലിസ്റ്റ് ഇനിയുണ്ട്. ഫ്രണ്ട്സ് അല്ല, അല്ല സിദ്ദീഖ് ലാൽ സിദ്ദീഖ് ലാല് ഒരൊറ്റ ഇത് കൂടെ സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യാണ്. സോ 5 4 3 2 1 സോ അമീൻ ആൻഡ് ഡയന തുടക്കം തന്നെ ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്. ഞങ്ങള് തോൽവിയോട് കൂടിയിട്ടാ തുടങ്ങാറുള്ളൂ. പിന്നെ അങ്ങോട്ട് തോൽവി വിജയത്തിന് മുന്നോടിയാന്ന് പറഞ്ഞ പോലെ ചവിട്ടുപടി. അതെ, ചവിട്ടുപടിയൊക്കെ ഉണ്ട്. ഇനി കുറെ പടികളുണ്ട്. അപ്പൊ ആ പടികൾക്ക് പോകുന്നതിന് മുമ്പ് അത് നമ്മൾ വിൻ ചെയ്തെങ്കിൽ മാത്രമാണ് സ്ക്രാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നേ. സോ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൂടെ തരുവാണ്. കാർഡ് നിങ്ങൾക്ക് വേണം, നിങ്ങൾ കീപ്പ് ചെയ്യാം. അതായത് അടുത്ത റൗണ്ടിലേക്ക് ഞാൻ വീണ്ടും ഈ കാർഡ്സ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇതൊന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ വേണമെങ്കിൽ അടുത്ത റൗണ്ടിലേക്കും ഈ കാർഡ് തന്നെ വേണമെങ്കിൽ വെക്കാം. ഇല്ല എങ്കിൽ അടുത്തൊന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിപ്പോ സ്ക്രാച്ച് ചെയ്തിട്ട് ഇതിലിപ്പോ ഒന്നുമില്ല. ഞങ്ങൾക്ക് 0. അതിനുള്ളിലുണ്ട്, നിങ്ങൾക്ക് കിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടില്ല. എന്ത് വേണം? വേണ്ട, ഇതൊരു ഐശ്വര്യക്കേടാണ്. ഇത് ലക്ഷണം കെട്ടാണ്. കാർഡ് എടുക്കാം. വേറെ കാർഡ് എടുക്കാം. ഉറപ്പിക്കാമോ? ഓക്കെ, അപ്പൊ അവിടെ നഷ്ടപ്പെട്ട ഭാഗ്യം ഇതിൽ കിട്ടുമല്ലോ അല്ലെ? സോ ഇതിവിടെ വെച്ചോ. ഇത് എന്തായാലും സ്ക്രാച്ച് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. സ്ക്രാച്ച് ചെയ്തു. 50 റുപ്പീസ് അങ്ങനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 50 നഷ്ടമായിട്ടുള്ളൂ. 50 രൂപയ്ക്ക് ഇത്ര എക്സ്പ്രഷനോ? 50 രൂപയ്ക്ക് 2 കാർ പാല് കിട്ടും. ഞങ്ങള് ബഡ്ജറ്റ് പ്ലാനിംഗ് ഒക്കെ തുടങ്ങിയല്ലേ? ഭയങ്കരമായിട്ട് തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇത് ഇവിടെ ഒരു സൈഡിൽ നോട്ടെ. 50-500 ഒരു ചവിട്ടുപടിയായിട്ട് നന്നായി. 50 പോയല്ലോ, ഇനി 50 വേറെ ഉണ്ടാവില്ലല്ലോ. ഇത് ഭയങ്കരമായിട്ട് കുടുംബാസൂത്രണമൊക്കെ തുടങ്ങിയതോണു. കല്യാണം ശേഷം ആ മീനിൽ വന്നൊരു മാറ്റം, ഗൃഹനാഥൻ മൂടൊക്കെ പിടിച്ചു തുടങ്ങിയോ? അത് ആയി വരുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. പോരട്ടെ. അല്ല, ഞാൻ ഇപ്പൊ ഷോപ്പിങ്ങിനൊക്കെ പറഞ്ഞു വിടാറുണ്ട്. എന്ത് വാങ്ങിച്ചോണ്ട് നല്ല പരാജയം. ഇത് ഉള്ളി ഒന്ന് ഇതൊന്നല്ല ഉള്ളി, ഇത് ഇങ്ങനത്തെ ഉള്ളിയാണോ വാങ്ങണത്? ഇങ്ങനത്തെ തക്കാളിയാണ്. കറക്റ്റ് ഇപ്പം ഒരു എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാൻ വിടുവാണെങ്കിൽ നല്ലത് നോക്കി എടുത്തിട്ട് വാങ്ങിച്ചിട്ട് വരാനൊക്കെ ഭയങ്കര പുറകിലാണ്. എനിക്ക് തോന്നുന്നു ഇതിപ്പം ഈ കടക്കാര് ഭയങ്കരമായിട്ട് അന്ധമായിട്ട് വിശ്വസിക്കും. അല്ലാണ്ട് നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് എടുക്കണം, നല്ലത് നോക്കി അതൊന്നും അറിയത്തില്ല. ജീവിതത്തിൽ ആകെ ഒരു നല്ല കാര്യം നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അത് ഇത് എന്നെയാണോ കളിയാക്കുന്നത്? ഇവിടെ പൊക്കുന്നാണോ മനസ്സിലാവണല്ലോ. മനസ്സിലാവണല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എനിക്ക് ടൈമർ ഇത് വേണം. ഒരുപാട് ഓർമ്മകളുള്ള ഒരു സാധനമാണ്. ഇത് കണക്ട് ചെയ്യുന്ന ഇതുപോലെയുള്ള കുറെ ടൈമേഴ്സ് സൂര്യ കോമഡിയുടെ പ്രോഗ്രാംസിന് ഇപ്പൊ നിങ്ങൾ പിടിച്ച് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കുറെ കണക്ഷൻസ് കിട്ടി. മീൻ അന്ന് എത്ര പേര് അപ്പുറത്ത് നിന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും ജസ്റ്റ് കുറച്ചുകൂടെ ഒരു ഫ്യൂ സെക്കൻഡ്സോടെ കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ ഇതൊക്കെ എന്റെ മൈൻഡിലൂടെ പോയി. അതുപോലെ തന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ പക്ഷെ ഇത് മിസ്സായല്ലോ എന്ന് പറയുന്നത് അവരെത്ര ഫീലോട് കൂടിയിട്ടാണ് പറഞ്ഞെന്നുള്ളത് ഇപ്പൊ എനിക്ക് കിട്ടുന്നത്. അത് നമുക്ക് സന്തോഷമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു തിരിച്ചു വരാനുള്ള സമയം കൂടിയാണ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെറുതായിട്ടൊന്ന് പാളിയുണ്ട്. സോ അടുത്തിൽ നമുക്ക് തിരിച്ചു പിടിക്കാം. സോ സ്റ്റോപ്പ് വാച്ച് കൂടെ റെഡിയാണ്. സോ നിങ്ങൾക്ക് ചോദ്യം. സോ ഡയറക്ടർ മൂഡിലല്ല, നമുക്ക് ആക്ടറിലോട്ട് പോവാം അല്ലെ? അവിടെ സംവിധായകരെ കോംബോ എങ്കിൽ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ലാലേട്ടൻ ഒരുമിച്ച് 5 ചിത്രങ്ങൾ. പെട്ടെന്ന് പറഞ്ഞോളൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഹരികൃഷ്ണൻ 2020 പാട്രിയോട്ട്. ഇറങ്ങി പെട്ടെന്ന് സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പകുതി സമയം കഴിഞ്ഞിട്ടുണ്ട്. ആരംഭ നേരത്തിൽ പുള്ളി വന്നു പോകുന്നുണ്ട്. ഒരുമിച്ച് സ്ക്രീനിൽ ഉണ്ടായാൽ മതി. സോറി, മഴ പെയ്യുന്ന മാത്രം കൊണ്ടുവന്നു. അതിനകത്ത് ഒരൊറ്റ നരസിംഹം. സോ റൈറ്റ് ആൻസർ 30 സെക്കൻഡ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് നരസിംഹമൊക്കെ ഞാൻ ആദ്യം കയറി വരും എന്ന് വിചാരിച്ചു. അല്ല, പ്രത്യേകിച്ച് 2020 കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ കുറെ ആലോചിച്ച് തിരിച്ച് കുറെ സിനിമകളുണ്ട്. ഇനി സോ സ്ക്രാച്ച് ചെയ്യും. ഓക്കെ, അപ്പോ 2 പാക്കറ്റ് പാലല്ല 3 പാക്കറ്റ്. അപ്പോ അത് വെച്ചോളൂ, മാറ്റി വെച്ചോളൂ. ഇത് ഇവിടെ തുടർന്നോളൂ. റെഡി? സോ നമുക്ക് എന്തായാലും ഫസ്റ്റ് റൗണ്ടിൽ വന്ന സമയത്ത് 75 റുപ്പീസ് ആണ് കയ്യിലുള്ളത്. ഫസ്റ്റ് റൗണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഈ റൗണ്ടിലില്ല. ഇനി അടുത്ത റൗണ്ടിലോട്ടാണ് നമുക്ക് പോകാനുള്ളത്. ഇനി കുറച്ചുകൂടി ഒരു അല്ലെ ചാർജ് ആയിട്ടുണ്ട്. ആ ചാർജോട് കൂടി തന്നെ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാനുള്ള സമയമാണ്. പക്ഷെ അതിന് മുമ്പായിട്ടൊരു ഷോർട്ട് ബ്രേക്ക്.
സോ യെസ്, വെൽക്കം ബാക്ക് ടു സ്ക്രാച്ച് ആൻഡ് വിൻ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ 75 ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഇതുവരെ നമുക്ക് കിട്ടിയത് എമൗണ്ട് മാത്രമാണ്. സോ ഇനി ഇതല്ലാത്ത നമ്മൾ ഭാഗ്യ പരീക്ഷണങ്ങൾ എന്നാണ് എപ്പോഴും നമ്മൾ പറയാറുള്ള വാക്ക് അല്ലേ. സോ ഈ ഭാഗ്യത്തിനൊപ്പം പരീക്ഷണം കൂടി വരും. കാരണം അതിൽ തന്നെ കാർഡിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉരയ്ക്കുന്ന സമയത്ത് ഓൾ ഗോൺ വന്നേക്കാം. അപ്പൊ കിട്ടിയ എമൗണ്ട് കംപ്ലീറ്റ് പോയേക്കാം. അതായത് ഇത് അടക്കം പോകുന്നു. അടക്കം പോകും. ഇനി ചിലപ്പോൾ ഹാഫ് ഗോൺ ആയിരിക്കാം. അപ്പൊ കിട്ടിയ എമൗണ്ട് പകുതി ആയിരിക്കാം. പക്ഷെ നിരാശപ്പെടണ്ട, ശരിക്കും ഡബിൾ അപ്പ് ആണ് വരാന്നുണ്ടെങ്കിൽ പൈസ കിട്ടിയത് ഇരട്ടിയാവും. ഇത് മൊത്തം എമൗണ്ട് ഇരട്ടിയാവും. ഒറ്റ ഇരട്ടി കേട്ടോ, ഇരട്ടിച്ച് പോവില്ല, കം ബാക്ക് കിട്ടും. അപ്പൊ ഒന്നുമില്ല, നമ്മൾ നിന്ന് ഗെയിം ചെയ്യാം. റെഡി? സെക്കൻഡ് റൗണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഇനി നിങ്ങളിൽ ഒരാൾ എന്റെ അടുത്തോട്ട് വരും. നിങ്ങൾക്കൊരു കാർഡ് എന്റെ കയ്യിൽ നിന്ന് തരും. അതിലൊരു മൂവി ഡയലോഗ് ഉണ്ടായിരിക്കും. ആ ഡയലോഗ് പറയാം. ആ ഡയലോഗ് കേട്ട് ഏതാണെന്ന് മൂവി എന്നുള്ളത് ഗസ് ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് സമയം കുറച്ചുകൂടെ കൂട്ടി തരും. 1 മിനിറ്റ് ആക്കി തരും. ഹാപ്പി? റെഡി? സോ ആര് ഫസ്റ്റ് വരണം തീരുമാനിക്കാം. ഞാൻ കുറെ കൊണ്ട് ഷോ ചെയ്തിട്ടുള്ളത്. റെഡി? അപ്പൊ എന്തായാലും മൂവി ഡയലോഗ് കാർഡ് തരുന്നേക്കാൾ മുമ്പ് നമുക്ക് സ്ക്രാച്ച് ചെയ്യാൻ കാർഡ് വേണ്ടേ? വേണ്ടേ? റെഡി? സോ ഓക്കെ ആണോ? അത് വെക്കാലോ? യെസ്, ഇവിടെ കൊടുക്കാലോ അല്ലെ? ഇതുപോലുള്ള തീരുമാനങ്ങൾ. അതെ, അങ്ങനെയാണ് അല്ലേ? കംപ്ലീറ്റ് വിട്ടത് അതെ, കുറച്ച് ഹൈ ആണ്. റെഡി? അപ്പൊ എന്തായാലും കാർഡ്സ് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലെ? അതിന് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൂവി ഡയലോഗ് ഓൾറെഡി എന്റെ കയ്യിലുണ്ട്. സോ ഡയന റെഡി അല്ലേ? തരട്ടെ? അതിൽ രണ്ടുപേർക്ക് വായിച്ചാൽ മതി, മുഴുവൻ വായിക്കണമെന്നൊന്നുമില്ല. എക്സാം ആയിട്ട് കാണരുത്, മേലത്തെ വായിക്കരുത്, താഴത്തെ മാത്രം. അഭിനയിച്ച് പറയേണ്ടത് ആഗ്രഹമുണ്ടോ? വോയിസ് മോഡുലേഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഡയലോഗ് പറയാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പവിത്രമായ ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന് യഥാവിധി അന്ത്യകർമ്മം ചെയ്യുക എന്നത്. പക്ഷേ മനപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന 59 സെക്കൻഡ് ആവുമ്പോൾ പറയണം. അതുവരെ അഭിനയിച്ചോട്ടെ, അവിടെ കിടന്ന് അഭിനയിച്ചോട്ടെ. പവിത്രമായ ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന് യഥാവിധി അന്ത്യകർമ്മം ചെയ്യുക എന്നത്. പക്ഷേ മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന മഹാഭാവിയും സർവോപരി നാറിയുമായ നിന്റെ തന്തകളെ എലിയും കൂടിയോ? അവരാണ് അതുവരെ നോക്കി വെച്ചിരുന്ന ആറിയെന്ന് പറഞ്ഞപ്പോ കേക്കിനൊക്കെ വിരലൊക്കെ ചൂണ്ടിയിട്ട് എനിക്കൊരു അവസരം നോക്കി കാത്തിരിക്കാൻ തോന്നുന്നു. ഇവിടെയാണ് ശരിക്കും അല്ലെ ഒരു ആക്ടറൊക്കെ ശരിക്കും കേറി വന്ന് നമുക്ക് മൂവിയിൽ കിട്ടിയ ഇൻട്രോനെ പോലെ ഒരു ഹൈപ്പ് ഒക്കെ കിട്ടി. ഫസ്റ്റ് ചാൻസ് അങ്ങോട്ട് വിജയകരമായി പൂർത്തീകരിക്കുകയാണ്. അത് സ്ക്രാച്ച് ചെയ്തോളൂ. പോയിട്ടില്ല, കിട്ടിയത് കൂടിയിട്ടേ ഉള്ളൂ. എത്രയായിരുന്നു? 300 പ്ലസ് അല്ലെ 375 ഉണ്ട്. അപ്പൊ അത് കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഡബിൾ ആക്കാനുള്ള സമയം കൂടി ഉണ്ട്. അത് കാർഡ് തരും അല്ലെ? അപ്പൊ അതിന് അടുത്ത റൗണ്ടിലോട്ട് കൂടി പോകണം. അടുത്ത റൗണ്ട് പോകുന്നതിനേക്കാൾ മുമ്പായിട്ട് അമീൻ ഇങ്ങോട്ട് വരണം. ആ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ കാർഡ് തരട്ടെ. റെഡി? കറക്റ്റ് ആയിട്ട് പറയണേ ഡയലോഗ്. കണ്ണടിച്ചെടുത്തോ? മറ്റേ പടത്തിൽ ഭൂതകണ്ണാടി വെക്കുന്ന വല്ല ഉള്ളിലുള്ള കാർഡ് ഡിജിറ്റൽ അറിയാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ അല്ലെ? സോ കാർഡ് അവിടെ വെച്ചോ അമീൻ. എന്നിട്ട് ഇങ്ങോട്ട് പോരെ, നമുക്ക് ഡയലോഗോട്ട് വരാം. കുറച്ച് നമുക്ക് ആങ്കർ ചെയ്യാൻ പാടാം. ഫൈനലി ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലെ? നമ്മൾ ഒരുമിച്ച് തുടങ്ങിയിട്ട് ഭയങ്കര സന്തോഷം. അത് പുതിയ ഷോ ലോഞ്ച് ചെയ്യുന്നു. അത് നമ്മൾ ഒരുമിച്ച് വന്നതിൽ ഭയങ്കര സന്തോഷം. കിട്ടിയാൽ പാതികളിയാ, അതൊന്നുമില്ല. ആ ഫ്രണ്ട്ഷിപ്പ് പൈസ വെച്ചിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട. സൗഹൃദം വേറെ, കാശ് വേറെ. സോ കാർഡ് വരട്ടെ. എനിക്ക് തോന്നുന്നു അവിടെ കിടിലനായിട്ടൊരു ആക്ടർ വന്നിട്ട് പരകായ പ്രവേശമൊക്കെ നടത്തി പോയിട്ടുണ്ട്. സോ അമ്മയുള്ളത് ഞാൻ ഡെയിലി വീട്ടിൽ കണ്ടോണ്ടിരിക്കുകയാണ് അഭിനയം. റെഡി? ഇങ്ങനെ അതെ, അതിന് പറ്റിയതാ. ഇതിലൊക്കെ കുറെ സാധനങ്ങളുണ്ട്. എടീ ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രികെ, നീ എന്നതാടി വിചാരിച്ചേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാ ഈ രമണൻ വീട്ടിൽ കെട്ടിത്തൂങ്ങി കിടന്ന് ആടുവന്നോ? അത് പണ്ട്. അതല്ല, ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്, മരിക്കാനാണെങ്കിലും ഒരുമിച്ച്. പക്ഷെ ഇവൾ ഇത്രയും പേരെ മുന്നിൽ വെച്ച് പറയണം എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന്. എന്നെ പിരിഞ്ഞാലും സന്തോഷമായിട്ട് അവള് ജീവിക്കൂന്ന്.
എനിക്കത് അമീൻ ചേട്ടന്റെ ആക്ടിംഗ് ഒക്കെ കണ്ടിട്ട് അങ്ങനെ ലയിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്, സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ചോക്ലേറ്റ് അയ്യോ അറിയാതെ അല്ലെങ്കിൽ ഞാനും ബേസിക് യൂണിവേഴ്സിറ്റിയിൽ കയറും. റെഡി? സോ റൈറ്റ് ആൻസർ ആണ്. ആ പറഞ്ഞ ഡയലോഗിൽ പോയിട്ട് മറ്റേ പോലെ പൃഥ്വിരാജ് എടുത്ത പോലെ എടുത്തു കൊണ്ടുപോകാൻ സിംബോളിക് ആയിട്ട് സാധനമൊക്കെ തന്നാ മനസ്സിലായില്ലേ? കുറച്ചുകൂടി അത് മാറി കുറച്ചൊരു റൊമാൻസ് ഒക്കെ വരുന്ന പോലെ. എന്തായാലും വാലന്റൈൻസ് ഡേ ആണ് അല്ലെ? സോ രണ്ടുപേർ റെഡൊക്കെ ഇട്ട് വന്നിട്ട് പറ്റിയ ഡയലോഗാണ്. സോ ആ ശൈലിയിൽ പോയിട്ട് ഒരു പ്രപ്പോസൽ സീൻ ഈ സമയം നടത്താൻ പോവാണ്. വെച്ചോ ഷീറ്റ്സ് വെച്ചോ, സെയിം ഡയലോഗ് വേണമെങ്കിൽ നോക്കോ. എന്നിട്ട് രണ്ടുപേരും നോക്കിയിട്ട് മാറ്റി വെച്ചോ. വിത്ത് ആക്ഷൻ ലവ്. ഇനി അമീൻ കെയുടെ റൊമാൻസ് നമ്മൾ കാണാൻ പോവാണ്. സോ ഗൈസ് റെഡൊക്കെ വന്ന് പുഷ്പിക്കാം മീനെ. തിരുവനന്തപുരംകാരി ഹമീദ് കാണാൻ പോലെ ഡയാനെ, നീ എന്നതാണ് വിചാരിച്ചേ? നീ ഗുഡ് ബൈ പറഞ്ഞു പോയാ ഈ അമീൻ കെട്ടി തൂങ്ങി കിടന്ന് ആടുന്നു. എടാ ഉള്ളത് കൂടി കളയല്ലേ. നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. ഹായ് ഡയാന, ഞാൻ അത് சொல்லி ஆகணும். ഞാൻ അമീൻ അത് சொல்லு. நான் அமீன், நான் இது சொல்லி ஆகணும். நீ அவ்வளோ அழகு. இங்க இவ்வளோ அழகா இவ்வளோ அழகா பார்த்துருக்க மாட்டேன். പക്ഷെ സാധനം വോയിസ് മോഡുലേഷൻ കിടിലായിരുന്നു. വരൂ നമുക്ക് ഒരുമിച്ച് സ്ക്രാച്ച് ചെയ്യാം. സോ 375 എത്ര പ്ലസ് ആവോ അതോ മൈനസ് ആവോ എന്നുള്ളത് നമുക്ക് നോക്കാം. മൈനസ് ഉണ്ടോ? ഓൾഗോൺ അടിച്ചാലും മതി. എല്ലാം നല്ല വിസിബിൾ ആവുന്നുണ്ട്. മൂന്നക്കാണ് അല്ലേ? ഞാൻ അങ്ങനെ മൂന്നക്കം നേരത്തെ കിട്ടിയിരുന്നു. ഇതെല്ലാവർക്കും കിട്ടിയിരുന്നു. ഇത്ര നേരം കാണിച്ചിരുന്നില്ല. 300, 1050, 1125. ആൻഡ് ഫൈനലി നമ്മൾ 4 അക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഡബിൾ ഒക്കെ കിട്ടും. അതെ, ഇനി ഡബിൾ കിട്ടുകയും ചെയ്യാം, തിരിച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സെക്കൻഡ് റൗണ്ട് ശരിക്കും വൺ സെറ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു 3 അക്കത്തിലേക്കും 4 അക്കത്തിലേക്കും പോയത് ഈ റൗണ്ടിലായിരുന്നു. ഇനി നമ്മൾ കോണി കയറിയിട്ട് മറ്റേ സ്നേക്ക് ലൈറ്റർ പറഞ്ഞു പാമ്പ് വിഴുകാതിരിക്കട്ടെ എന്നുള്ളതാണ് പ്രതീക്ഷ. യെസ്, അപ്പൊ എന്തായാലും 3ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പോകണം. 3ാമത്തെ റൗണ്ടിലാണ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഒരു അഭിനയ മേഹമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പരകായ പ്രവേശമൊക്കെ. പക്ഷെ ഇനി ഉള്ളിലെ ആർട്ടിസ്റ്റിനെ പുറത്തെടുക്കാനുള്ള സമയം കൂടിയാണ്. സോ 3rd റൗണ്ടിലാണ് നമ്മൾ മൂവി ചിത്രത്തിലൂടെ നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. സോ റെഡി? സോ 3rd റൗണ്ടിൽ പോകണം. സൗ റെഡിയാണ്. സോ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വരും. സോ ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. യെസ്, വെൽക്കം ബാക്ക് ടു സ്ക്രാച്ച് ആൻഡ് വിൻ. അങ്ങനെ നമ്മുടെ 3rd റൗണ്ട് നമ്മൾ ഫിനാലയിലോട്ട് കിടക്കുകയാണ്. ഫൈനൽ ലാപ്പ്, റൈറ്റ്? സോ ഇതിൽ നമുക്ക് ഏറ്റവും മാക്സിമം നമ്മൾ ഉറിയടിയിൽ ടോപ്പ് അടിക്കുന്ന പോലെ ഇതിൽ നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. സോ കലാപരമായിട്ടുള്ള പല കഴിവുകളും അറിയാനും കാണാനുള്ള സമയം കൂടിയാണ്. സമീൻ യെസ്, അപ്പം എന്തായാലും എൻ്റെ കയ്യിൽ 2 കാർഡുണ്ട്. ആ 2 കാർഡ്സിലും 2 മൂവി നെയിം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പല രീതിയിലേക്ക്, ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ മൂവി ഡയലോഗ് പറഞ്ഞ് ആ സിനിമയെ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അത് എഴുതരുത്, അക്കത്തിൽ വേറെ ഒന്നും ആവരുത്. വരെ തന്നെയാവാം, ആർട്ടിസ്റ്റ് ആവാം, മൂവിയായിട്ട് റിലേറ്റഡ് ആവുന്ന എന്ത് സീനായിരിക്കാം. ഓക്കെ, പക്ഷെ സമയം 1 മിനിറ്റ് ആയിരിക്കും. അതിനുള്ളിൽ വരച്ച് കംപ്ലീറ്റ് ചെയ്യണം. മൂവിയുടെ നെയിം വരച്ച് ആ മൂവി, അതായത് മൂവിയുടെ നെയിം തന്നെ വരച്ച് കാണിക്കണമെന്നില്ല. ആ സിനിമയുടെ പ്രമേയമായിട്ടോ തീമായിട്ടോ എനിത്തിങ്, ആക്ടർ ആവാം, റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും. സോ അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് അത് വരച്ച് തീരുന്ന വരെ വേണ്ട, നമുക്ക് ഏതെങ്കിലും കിട്ടുമ്പോൾ ഗസ് ചെയ്ത് പോവാം. ഓക്കെ, പക്ഷെ 1 മിനിറ്റിനുള്ളിൽ പടം കിട്ടിയിരിക്കണം. റെഡി? സോ ആരാ വരാൻ പോകുന്നത്? നേരത്തെ ഡൈന വന്നോണ്ട് നേരത്തെ തിരിച്ചാക്കണോ? ആദ്യമേ കൈപൊക്കിയതാണ്. ഇങ്ങോട്ട് തന്നെ വന്നോളൂ. അതിന്റെ പേരിൽ രാത്രി വീട്ടിൽ പോയിട്ട് തല്ലു. സ്കൂളിൽ ഭയങ്കര പഠിപ്പിയായിരുന്നോ? ഫ്രണ്ട് ബെഞ്ച് ആയിരുന്നോ? ഇല്ല, എത്ര ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര കോ-കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ? എല്ലാം കയറി അറ്റൻഡ് ചെയ്യും. ഒരു സീനും ഇല്ലാതെ കയറി അറ്റൻഡ് ചെയ്യുന്നതാണ്. പക്ഷെ അറ്റൻഡ് ചെയ്യാന്നുള്ളതിലാണ് കാര്യം അല്ലേ? അപ്പൊ എന്തായാലും ഇവിടെ സിനിമയുണ്ട്. പക്ഷെ ആ സിനിമയ്ക്ക് മുമ്പായിട്ട് എന്ത് വേണം? ഇനി അങ്ങ് പരത്തും.
ആണോ? ഓക്കെ ഓക്കെ. എന്താ ഇപ്പൊ മറ്റേ പരിപാടി ചീട്ടുകളില്ലേ? ഞാൻ കുറച്ച് സമയമൊക്കെ എടുത്ത് ചീട്ടുകൾ കഴിച്ച് പോയിരിക്കും. അപ്പൊ ഫസ്റ്റ് കാർഡ് തന്നെ എടുത്തിട്ടുണ്ട്. ഓക്കെ, റിഗ്രറ്റ് ചെയ്യാതിരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ട്. ആൻഡ് തീർച്ചയായിട്ടും ഇനി ഡയാന ഇങ്ങോട്ട് വരണം. അത് കഴിഞ്ഞിട്ട് മൂവി കണ്ടതിന് ശേഷം ഞാൻ അങ്ങോട്ട് വരും. റെഡി? സോ പ്ലീസ് ഇങ്ങോട്ട് വന്നോളൂ. വളരെ സിമ്പിൾ ആയിട്ട് വരച്ച് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ്. കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഇങ്ങനെ ചുമ്മാ ടഫാകാൻ വേണ്ടിട്ട് പരിപാടി പിടിച്ചേ ഉള്ളൂ. ആലോചിക്കായിരിക്കില്ല എന്ത് വരയ്ക്കണം എന്നുള്ളത്. കാർഡ് തരൂ, ഇവിടെ വെക്കൂ. റെഡി? സോ ആയുധം കൈയോടെ തന്നേക്കാം. മാർക്കർ പിടിച്ചോളൂ. ടെസ്റ്റ് പിടിക്കാം. ഇവിടെ ഇല്ലേ? യെസ്. സോ ഐ മീൻ കുറെ പണി കൊടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? സോ കറക്റ്റ് എനിക്കൊന്നും ഇങ്ങനെ ഇത്ര എനിക്ക് താല്പര്യമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും അവളുടെ മുഖത്തുനിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് എനിക്ക് കിട്ടാത്ത ഏതോ വള്ളി സിനിമയുടെ പേരാണ്. ക്ലൂ കൊടുക്കുന്നില്ല. അന്നൊരു കാര്യം ചെയ്യാം, കാർഡ് കൊണ്ട് വിടാൻ അല്ലേ? കുറച്ചുകൂടെ സിമ്പിൾ ആയില്ലേ? റെഡി? സോ എന്ത് പാടില്ല. അതെ, സംസാരിക്കാൻ പാടില്ല. വരയ്ക്കുന്നത് പറയാം. അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? അത് ഞാൻ വരയ്ക്കാൻ പോകുന്നത് സിനിമയുടെ പേരല്ല. വരയ്ക്കുന്നതും പറയാൻ പറ്റില്ല. അത് ആ വരയില് കണ്ടിട്ട് മനസ്സിലാക്കണം. അയ്യോ, ഓക്കെ, എന്താ എടുത്തോളൂ, മാത്രം എടുത്തോളൂ. റെഡി? സോ 3, 2, 1, here we go. അമീന് വേണമെന്നുണ്ടെങ്കിൽ അത് വര കഴിയുന്ന വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ അത് ഗസ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ. സിനിമ, തിയേറ്റർ, ആണോ? ഓഡിയൻസ്, നമ്മൾ. ശരിക്കും ഞാൻ കൊടുത്ത സിനിമയുടെ ഇത് വിട്ടോ? റൈറ്റ് സൈഡിൽ വരച്ചത് വിട്ടോ? വിട്ടോ. ഇത് വേറെ മുമ്പത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് പിടിക്കാം. വിട്ടുപോയതാണ്. മരത്തിന്ന് തേങ്ങ പറ്റത്തില്ലേ? ഇത് നല്ലൊരു മൂവായിരുന്നു. ഇത് കറക്റ്റ് മൂവാണ്. ആ പോസ്റ്റർ കണ്ടു കഴിഞ്ഞ് കിട്ടും. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. ഏതാ? ഒരു ജാതി ജാതകം. ഇതിലേതോ ഒരു ജാതി ജാതകം എങ്ങനെ കിട്ടും? ഒരു ജാതി ജാതകം എങ്ങനെയാ? കല്യാണം ഒരുപാട് പേരെ കല്യാണം ആലോചിക്കുന്ന സംഭവം ഞങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്നു. ഇതേതാ തിയേറ്ററിൽ പോയി നിങ്ങൾ കണ്ടു? ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടതാണ്. ആദ്യം ഈ മണ്ഡലം വണ്ടി ജാതകമായിരിക്കാം. ജാതകമാണ്. ഇത് ജാതിക്കാൻ മതം. ജാതിക്കണോ കാണുന്നത്? അതല്ല, താഴെ വീഴോ ജാതിക്ക്. ഓക്കെ, സോ ഫൈനലി എനിക്ക് തോന്നുന്നു സിനിമയുടെ പേരിലേക്ക് ചിന്തിച്ചു പോയി. പക്ഷെ ആ സിനിമ തിയേറ്ററിൽ പോയി എന്നുള്ള രീതിയിലേക്കുള്ള ബ്രില്യന്റ് മൂവ് ആയിരുന്നു. സോ റൈറ്റ് ആൻസർ. ഇതൊന്നും അനുവദിക്കരുത്. ഞാൻ അനുവദിച്ചു തരൂല. യെസ്. അപ്പൊ എന്തായാലും ഡയനോടെ വന്നോളൂ. ഓക്കെ. ഇത് പക്ഷെ ഉള്ളിൽ ഇത്രയും കഴിവുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അതെ, അത് കറക്റ്റ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് ഉദയനാട് താരൊക്കെ പറഞ്ഞു സിനിമ പ്രമേയം എന്ന് വിചാരിച്ചിട്ട്. കിട്ടിയത് കൂടും എല്ലാം ഓൾ ഗോൺ അടിച്ച് പോകും എന്നുള്ള സാധനം. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അത് വേറെ ലെറ്റർ ആണോ എന്നുള്ള സംശയം കൂടി ഉണ്ടായിരുന്നു. അതെ, മരത്തുനിന്ന് തേങ്ങ വീണ്ട്. ഓക്കെ, 50 രൂപ 2 പാക്കറ്റ് പാലിന്റെ പൈസയിൽ പോയിട്ട് അവസാനം 1250 എത്തിയിരിക്കുകയാണ് അല്ലെ? അപ്പൊ നമുക്ക് ഓൾറെഡി 1125 ഉണ്ടായിരുന്നു. 2375. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇതുപോലെ പോട്ടെ. ഒരൊറ്റ ചാൻസ് കൂടി ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ വരച്ചു, ഇവിടെ പറഞ്ഞു. ഇനി അടുത്ത ആള് വരയ്ക്കാനുള്ള സമയം കൂടിയാണ്. പക്ഷെ മുമ്പ് കാർഡ് വേണ്ടേ? യെസ്. സോ ഇപ്രാവശ്യം ചീട്ടാണോ ഫസ്റ്റ് വൺ ആണോ? ഉറപ്പിച്ച ഏതൊക്കെ എടുക്കുന്നേ? പറ്റില്ലല്ലോ. ഉറപ്പാണല്ലോ? ഉറപ്പ്. എന്തെങ്കിലും വേണമെങ്കിലും ചാൻസ് കൂടെ മാറ്റിക്കോ. കാരണം ഫൈനലാണ്, ലാസ്റ്റ് ചാൻസ് ആണ്.
ഇത് കഴിഞ്ഞു, ഇതോട് കൂടിയിട്ട് നമ്മൾ അടിക്കാനുള്ളതിന്റെ മാക്സിമം കിട്ടി കഴിഞ്ഞു. നമ്മളങ്ങനെ കാശ് മോശിച്ചിട്ട് വന്നവരല്ലോ. അല്ല, നമ്മൾ കിട്ടിയ പോയി അത്രേ ഉള്ളൂ. ഓർപ്പാളോ ഞാൻ 50 രൂപയ്ക്ക് ഇവിടുന്ന് ഇത് കരഞ്ഞവരാ. ഓക്കെ, അപ്പൊ എന്തായാലും കാർഡ് ഇവിടെ വെച്ചു. And ഇനി മെല്ലെ അമീനിങ് പോരെ. റെഡി? ഇത് തകർക്കും. ഓക്കെ, അത് ആദ്യം സ്കൂളിലൊക്കെ ഒരു പോയൊരു ഫീൽ കിട്ടട്ടെ. പണ്ട് കൊറേ വായിപ്പിച്ചിട്ടില്ല. വെള്ളം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നു വീട്ടിൽ നിന്ന്. പഴയ തുണികളൊക്കെ വെച്ച് ടൈം ടേബിൾ നമ്മൾ എഴുതിക്കൊണ്ട് പോകും. നമ്മളായിരിക്കും രാവിലെ ബോർഡൊക്കെ ക്ലീൻ ചെയ്ത് സൈറ്റില് ആയിരുന്നില്ലേ, ക്ലാസ് ലീഡർ ആയിരുന്നില്ലേ? ഈ പണിയൊന്നും ഫസ്റ്റ് ശിഷ്യന്മാരെ ലാംഗ്വേജ് സബ്ജക്ട് എല്ലാം കൂടിയായിരുന്നു. ലീഡർ ആയിരുന്നു, പക്ഷേ ക്ലാസ്സിൽ പോയിരുന്നല്ലോ. ശിഷ്യന്മാരെ ഏൽപ്പിക്കും. എന്തായാലും കാർഡ് റെഡിയാണ്. നിസ്സാരം അല്ലേ? വളരെ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു ചെയ്യാൻ പറ്റുന്ന സംഭവം കൂടിയാണ്. സോ റെഡിയാണ്, ഞാൻ കൂടി പോകട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. റെഡിയാ? ഓക്കെ, സോ വരച്ചു തുടങ്ങാൻ പറ്റില്ല, വരച്ചു തുടങ്ങാൻ സമയമായിട്ടില്ല. സോ റെഡിയാണോ? റെഡിയാണല്ലോ? ഇവിടെ ഭയങ്കര സ്പൈസി ഫുഡ് കഴിച്ച് വരുന്ന ധൈര്യം. സോ റെഡി? സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സോ തുടങ്ങിക്കോ. റോഡ് വലതുവശത്തെ അല്ല വലതുവശത്തെ കള്ളൻ, ഹെയർ പിൻ, വളവ്, വളവ്. കളിക്കല്ലേ. ശരിക്കും കിട്ടിയില്ല, സമയം പോയിക്കൊണ്ടിരിക്കുന്നില്ല മീൻ. അവർക്ക് ഓക്കെ, ആ തീം ആലോചിക്കൂ. ആ, ഇതെന്താണ് സംഭവം? ഇതെന്താ? ഓക്കെ, ആ പ്രേതം. റോഡും പ്രേതം തമ്മിൽ എന്താ ബന്ധം? ഈ സുരാജ് ചേട്ടന്റെ ഒരു പടം ഉണ്ടായിരുന്നതാണോ? ഇതെന്താ ഉദ്ദേശം? ഒന്നുകൂടി പ്രേതം അല്ലേ? പ്രേതം, വളവ്, സുമതി വളവ്. ഉറപ്പാണോ? ആണോ? ഇത് ഇതിന്ന് കിട്ടിയേ വളവുള്ളതുകൊണ്ടാണോ? വളവല്ലാതെ സുമതിനെ എങ്ങനെ വരച്ചു കൊടുക്കാണ്? ഒരു പെങ്കുച്ചിനെ വരയ്ക്കണം. അല്ല, ഇനി വരച്ച സുമതിയായിരുന്നു. അത് ചോദിച്ചാൽ വരച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് എനിക്ക് റോഡ് വരെ വരച്ച സമയത്ത് എന്താ തോന്നിയായിരുന്നു? എന്താ ഫീൽ ചെയ്തിട്ടുണ്ട്? ഞാൻ അങ്ങനെയൊന്നുമില്ല എന്റെ ഭാര്യയെ കരുതിയാണ്. ഞാൻ ഒറ്റ ഇത് കണ്ടു കഴിഞ്ഞാൽ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കാലിബറുള്ള കുട്ടിയാണ് ഞാൻ തെറ്റിദ്ധരിച്ചു. ഇനി അങ്ങനെ പറഞ്ഞാൽ മതി. നേരത്തെ കണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഫൈനൽ കാർഡ് കൂടെ കിട്ടിയിട്ടുണ്ട്. ആണെങ്കിലും പോവും. അതെന്തൊരു എഴുത്താണോ? നേടിയെടുത്തടാ. എന്താണ് ഫൈനലിൽ കിട്ടാൻ പറ്റുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് കാർഡ്? അത് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ, നമ്മുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് എപ്പിസോഡിൽ തന്നെ അടിച്ചിരിക്കുകയാണ്. സോ അതുവരെ നമ്മൾ കൊണ്ടുവന്നത് 2375 ആയിരുന്നു അല്ലേ? സോ ഡബിൾ അപ്പ് അടിച്ചു. സോ ടോട്ടൽ എത്രയാ? പറഞ്ഞ എമൗണ്ട് പറഞ്ഞു കിട്ടും. 2375, 4650. സോ ഫൈനലി 4750 രൂപ. എനിക്ക് തോന്നുന്നു ഡബിൾ അടിക്കാൻ പറ്റിയ ടൈം ആയിരുന്നു അല്ലെ? അതിൽ ഓൺ അടിക്കാനുള്ള സാധ്യത കൂടി ഉണ്ടായിരുന്നു. അപ്പൊ എത്ര പാക്കറ്റ് പാല് കിട്ടേണ്ടതായിരുന്നു? ആദ്യത്തെ 50 പോയി. അതെ, ഇത്ര കിട്ടിയിട്ട് 50 വീടളിയാ. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു അത്രയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാജുവലി സ്റ്റെപ്പ് കയറി ഏറ്റവും പീക്കിൽ നമ്മൾ ഫൈനലി എത്തുന്നതാണ്. ഇനിയാണ് നമ്മൾ മെയിൻ സംഭവം റിവീൽ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കിട്ടിയ എമൗണ്ട്. ഇതൊക്കെ തമാശ. ഇതൊരു അതെ, ഇത് നമ്മള് ഫെബ് 14 ഉണ്ടായിരുന്ന പ്രാങ്ക് ഷോ ആയിരുന്നു. യെസ്, സോ കൺഗ്രാറ്റ്സ് ഗൈസ്. ടോട്ടൽ ചെലവ്. പക്ഷെ ഒറ്റ കണ്ടീഷനിൽ നമുക്കത് കവർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഏറ്റവും ഭംഗിയായിട്ട് ഇന്ന് വാലന്റൈൻസ് ഡേ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാട്ട് രണ്ടുപേരും കൂടെ പാടാൻ പോവാണ് ഗൈസ്. റെഡി? നിലവിടം വാടക വാങ്ങി
உன் வீட்டில் கொடி வைக்கலாமா நான் சாயும் தோல் மேல் வேறாலும் சாய்ந்தாலே தகுமா തോഴി ചെങ്കുരൽ ചേരും കലന്തത് പോലെ മുൻപേ വാ എൻ അൻപേ വാ ഊരേ വാ ഉയിരേ വാ നാനാ கேட்டேன் என்னை நானே நான் நீயா நெஞ்சம் சொன்னதே முன்பே வா என் அன்பே வா കൂടെ വാ ഉയിരേ വാ ഇപ്പൊ എന്തുകൊണ്ട് ശരിക്കും ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ഗ്രാൻഡ് ഓപ്പണിംഗില് ഫെബ് 14th വാലന്റൈൻസ് ഡേക്ക് എന്തുകൊണ്ട് അമീൻ അല്ലെ ഡയാന രണ്ടുപേരും വന്നു എന്നുള്ള ഒരു ഉത്തരം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് സോങ്ങിലൂടെ അത്രയും കിടിലൻ കപ്പലിന്റെ കൂടെ കിട്ടി എന്നുള്ള നോക്കുന്നുണ്ട് ഇടയ്ക്ക് മണ്ടന്മാര് വിശ്വസിച്ച്. അമീൻ ഇത്ര നാളായിട്ട് ഒപ്പം ഉണ്ടായിട്ടും എനിക്ക് പാടുന്നറിയും, പക്ഷെ ഇത്ര ഫീൽ സാധനത്തിൽ കൊണ്ടുവരുന്നത് അമീൻ അറിഞ്ഞില്ല. 250 ലക്ഷം ഇട്ട് ചെയ്യുന്നുള്ളത് തന്നെയാണ്. കിട്ടിയുള്ള 4750 തന്നെ ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് അല്ലെ, ഫെബ് 14th ആണ്. നിങ്ങൾ ഇത്രയും കിടിലായിട്ട് വന്നുകൊണ്ട് തന്നെ കുറച്ച് ഗിഫ്റ്റ് കൂടെ തരട്ടെ കൂടുതൽ. റെഡി? ഇതിന്റെ പുറമെ സോ ഗിഫ്റ്റ്സ് ഒക്കെ വരട്ടെ. അപ്പോ അങ്ങനെ ബമ്പർ അടിച്ചിരിക്കുകയാണ്. സോ അതിന്റെ ഒപ്പം തന്നെ ഒരു ഇരട്ടി മുതലും ഇരട്ടി സന്തോഷം, കുറച്ചുകൂടെ ഗിഫ്റ്റ് അല്ലെ. സൂര്യ കോമഡിയിൽ വന്നിട്ട് കൊടുത്തിട്ട് എനിക്ക് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. കൊടുത്ത ശീലമാണ്. കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കൽ നമുക്കൊക്കെ തിരിച്ചു കിട്ടുന്ന കേട്ടിട്ടില്ലേ. സോ അതേപോലെ തിരിച്ചു കിട്ടാന്ന് വിചാരിച്ചു. റെഡി? സോ ഫസ്റ്റ് ഗിഫ്റ്റ് അതേപോലെ തന്നെ അതെ, കൊടുത്ത കൊല്ലത്ത് കിട്ടുന്നത് കൊടുത്ത സൂര്യ കോമഡിയിൽ കിട്ടും. സോ ഫസ്റ്റ് ഗിഫ്റ്റ് റെഡിയാണ്. സോ നാസ് കോസ്മെറ്റിക്സ് കാലിക്കറ്റിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. റെഡ് ഇട്ട് വന്നുകൊണ്ട് റെഡിൽ തന്നെ നമ്മൾ തുടങ്ങുകയാണ്. ആരോഗ്യമായ ജീവിതത്തിന് ശുദ്ധമായിട്ടുള്ള കറി പൗഡറുകൾ ഗൗരി ഗായത്രി കറി പൗഡർ സ്പെഷ്യൽ ഗിഫ്റ്റ്. പണ്ടുണ്ടല്ലോ കല്യാണം കഴിഞ്ഞപ്പോ വന്നൊരു വലിയ മാറ്റം എന്താണെന്നറിയാമോ? പണ്ട് ഇതുപോലെ ഗിഫ്റ്റ്സ് കിട്ടുമ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ ഉമ്മയുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കും. ഇപ്പം ഏൽപ്പിക്കത്തില്ല. വീട്ടില് ചെയ്യും അല്ലെ? കുക്കിംഗ് ഉണ്ടോ പരിപാടി? ഞാനത് പ്രതീക്ഷിച്ചില്ല. അല്ല, അത് വെറുതെ പറയുന്നതല്ല. കുക്ക് ചെയ്യും അത്യാവശ്യം നല്ല രീതിയിൽ. നല്ല പ്രോത്സാഹനം. വേറൊന്നല്ല, കിട്ടൂലോ. അടിപൊളിക്കാം. കലർപ്പില്ലാത്ത തനി നാടൻ രുചിക്കൂട്ടുകൾക്ക് KM ടേസ്റ്റി ഫുഡ്സിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് അവൈലബിൾ ഓൺ ഓൾ സൂപ്പർ മാർക്കറ്റ്സ്. അപ്പോൾ ഇതുകൂടെ നിങ്ങളുടെ ഒരു സ്പെഷ്യൽ കുക്കിംഗ് പരിപാടികൾക്ക് അല്ലെ, തികച്ചും യാതൊരുവിധ കെമിക്കൽസും ചേർക്കാത്ത ശീതീകരിച്ച നാച്ചുറൽ പാഷൻ ഫ്രൂട്ടിന്റെ പൾപ്പാണ്. അപ്പം ഇനി നിങ്ങൾക്ക് ജ്യൂസ് ആയിക്കോട്ടെ, ഷേക്സ് ആയിക്കോട്ടെ, മൊയ്റ്റോസ് ആയിക്കോട്ടെ എപ്പോഴും അതിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് മാത്രമല്ല തൃശ്ശൂർ, കാലിക്കറ്റ്, എറണാകുളം ഏത് ജില്ലകളിലും ലഭ്യമാവുന്നതാണ്. സോ യെസ്, താങ്ക് യു. ഓക്കെ, അപ്പൊ നേരെ കറി പൗഡറിലും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ജ്യൂസ് ഐറ്റംസുകളും കിട്ടിയിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. മീൻ ഇനി വീട്ടിലോട്ട് വിളിച്ചാൽ മതി. അതൊക്കെ കിട്ടി നിന്നെ ഒഴിവാക്കി. അതെ, ഗൃഹനാഥവരെ വിളിക്കാൻ നല്ലത്. നല്ല ഇതൊന്നും അറിയാവൂല്ലോ. ഇതിനകത്ത് ചിക്കനോ ബീഫോ എന്തെങ്കിലും ഇട്ടാലേ അറിയാവുള്ളൂ. ഞാൻ വാങ്ങിച്ചോണ്ട് വരും. ഈ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാൻ ഉള്ളിലൊക്കെ വാങ്ങാൻ പോകുന്ന പറഞ്ഞ എന്താ ഉദ്ദേശിച്ചത്? യെസ്, അപ്പൊ എന്തായാലും അല്ലെ ഫെബ് 14 ഒരുപക്ഷെ നമുക്ക് എനിക്ക് തോന്നും സ്കൂൾ ടൈം മുതൽ തന്നെ നമ്മൾ ഈ ഒരു ദിവസം കുറച്ച് സ്പെഷ്യൽ ആവാറുണ്ട്. അപ്പം അമീനൊക്കെ കല്യാണത്തിന് ശേഷമാണ് ഫെബ്രുവരി 14 എനിക്ക് സ്പെഷ്യൽ ആയി ഒരു ഭയമില്ലാതെ ഇങ്ങനെ പറയാനൊരു കഴിവ് വേണം അല്ലേ, ഇത്രയും ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. സോ അമീൻ, അപ്പൊ അതുകൊണ്ട് തന്നെ റെഡ് ഒക്കെ വെച്ച് പ്രത്യേകിച്ച് സൂര്യ കോമഡി എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് സ്പെഷ്യൽ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു April 29th എൻ്റെ ലൈഫ് മാറി മറിഞ്ഞൊരു ദിവസമാണ്. ഓക്കെ, ഞാൻ എൻ്റെ കരിയർ വേറെ BTech MBA കാര്യങ്ങളൊക്കെ ആയിട്ട് അത് മാറി ഈ ഒരു ഫീൽഡിലേക്ക് വന്നു. ഈ ഫീൽഡിലേക്ക് വന്നിട്ട് പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ തുടക്കം ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് വരാൻ സാധിച്ചതും അത് തന്നെ നിന്റെ കൂടെ ആയതും അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ സന്തോഷമായി. ഹോസ്റ്റ് എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും
ഭയങ്കര ഹാപ്പി. ഈ ക്രൂ മൊത്തം എല്ലാവരും ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് സൂര്യ കോമഡിയിൽ വരുന്നത്. എല്ലാവരും കാണാൻ അത് വരുന്നത് ഗസ്റ്റ് ആയിട്ട് കൂടിയാണ്, ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ്. സോ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, കാരണം രണ്ടുപേരും ഓട്ടത്തിൽ ഇടയ്ക്കാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരാൾ ഇവിടെ കൊച്ചിയിൽ നടന്നിട്ട് ഇവിടെ സെറ്റിൽഡ് ആവാം ആഫ്റ്റർ മാരേജ് ചിന്തിക്കുന്ന സമയത്ത് പിന്നെ ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തുള്ള ഡയറി ആണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം കൊച്ചിയിലായിട്ടുണ്ട്. അതെ, അപ്പൊ രണ്ടുപേരും കൂട്ടിമുട്ടി കിട്ടുമോ എന്നുള്ള സംശയം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഡേറ്റ് പറഞ്ഞ സമയത്ത് രണ്ടുപേരും ഓക്കെ ആയിട്ട് ഇവിടെ എത്തി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹാപ്പിയാണ്, പ്രേക്ഷകർ ഹാപ്പിയാണ്. പുതിയൊരു ഷോ നിങ്ങളുടെ തന്നെ നമുക്കത് തുടങ്ങി വെക്കാൻ പറ്റിയില്ലേ. സോ താങ്ക് യു സോ മച്ച്. ആക്ച്വലി നല്ല ഫോർമാറ്റ് ആണ്, നല്ല കളികളെ ഗെയിംസ് ഒക്കെയാണ്, നല്ല ഹിറ്റാന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. യെസ്, അപ്പൊ എന്തായാലും ഇതേപോലെ അറിവും ഭാഗ്യവും രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. സോ ഇതേപോലെ തന്നെ കുറെ അധികം അറിവും ഭാഗ്യമായിട്ട് നിങ്ങളെയും തേടി വരട്ടെ. അപ്പൊ വരെ എപ്പിസോഡുകളിലെ പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. അപ്പൊ അതുവരേക്കും ബൈ.